ആലപ്പുഴയിൽ മസ്ജിദിന്റെ ഖുത്ബ മിന്നലേറ്റ് തകർന്നത് ഹാഷിമിയ മഖാ മസ്ജിദിന്റെ ഖുത്ബ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ് ഹാഷിമിയ മഖാ മസ്ജിദ്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. എറണാകുളം വൈറ്റിലയ്ക്ക് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു. ലോറിയിൽ ടൂറിസ്റ്റ് ബസ്സും ഇടിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്ക് ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയ അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സും ബാലരാമപുരത്തു നിന്നും നെയ്യാറ്റിങ്കരയ്ക്ക് പോവുകയായിരുന്ന ബൈക്കും. റോഡിൽ വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ തെളിയിക്കാൻ നടപടിയെടുക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധം. അഡ്വക്കേറ്റ് സഫ്തർ ഹാഷ്മി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KK ശോഭ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് വാഹനാപകടത്തിൽ മരിച്ച ലാബ് ടെക്നീഷ്യന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പൊയിൽക്കാവ് ചാത്തനാടത്ത് ബൈജുവിന്റെ ഭാര്യ ഷിൽജയാണ് ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. കോഴിക്കോട് എലത്തൂർ ചെട്ടിക്കുളം കോട്ടയടത്ത് ബസാറിൽ പഞ്ചിംഗ് സ്റ്റേഷന് സമീപം ലോറി ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരിയായ ഷിൽജ മരിച്ചത്. ആലപ്പുഴ ചെങ്ങന്നൂർ താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ജോയിന്റ് RTO R പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബസ്സുകളിലുണ്ടാകുന്ന തീപിടുത്തം, മറ്റ് അപകടങ്ങളുണ്ടായാൽ പ്രതികരിക്കുന്ന രീതി എന്നിവയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു. കൊല്ലം ചന്ദനത്തോപ്പിനും ITI ജംഗ്ഷനും മധ്യേ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കലുങ്കിലെ മണ്ണ് നീക്കാനുള്ള ശ്രമം തടഞ്ഞ നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് കലുങ്കിലെ മണ്ണ് നീക്കം ചെയ്ത് അതുവഴി വെള്ളമൊഴുക്കിവിടാൻ തീരുമാനിച്ചത്. എന്നാൽ വെള്ളമൊഴുക്കിവിട്ടാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ പെരുന്നാട്ടിലും കൊറ്റങ്കരയിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് ഈ പ്രദേശത്തുള്ളവർ മണ്ണ് നീക്കൽ തടഞ്ഞത്.